السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد. سورة القصص അതിലെ ഒലിമ്പോ ആയത്ത് വിശദീകരിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഫിർഔനെയും ആ ചരിത്രം അത് വിവരിച്ചു വന്ന ഉടനെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ചൊല്ലുവെച്ചത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ മൂസാ നബിയെ ഒരു പെട്ടിയിലാക്കി നീലനദി ഇട്ടതും ഫിർഔന്റെ കൈക്കെത്തിയതും ആസിയ ബീവി അത് പലത്താണ്ട് ചൊന്നതും അങ്ങനെ ആ ചരിത്രം അവിടെയായിട്ട് ചൊന്നു ബാക്കി വെച്ചത്. അപ്പോ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മക്ക് ഈ കിടാവ് ഫിർഔന്റെ കൈക്ക് എത്തിത്തീണ്ടാകുമ്പോഴത്തേക്കും ബാക്കി എല്ലാ വിഷയത്തിൽ നിന്നും അയിമയുടെ ടെൻഷൻ നീങ്ങിപ്പോ കിടാവുടെ വിഷയം മാത്രമല്ല എന്താവും എങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ അഹിമെന്താക്കിയത് നന്റെ കിടാവ് നാണുപ്പത്തെ കിടാവ് എന്ന് ചൊല്ലോ കഴിയുമ്പോ പറത്തായിട്ടിരുത്. പക്ഷെ അള്ളാഹു താലയുടെ ഇവിടെ വർദ്ധിച്ച് നിർത്തിയ നമ്മ ചൊല്ലുപോയി അള്ളാഹു താല ചൊന്നലല്ലേ നിങ്ങളുടെ കൈക്ക് ഞാൻ തിരിച്ചു തന്നേണ്ട അള്ളാഹു വാഗ്ദാനാക്കിയിട്ടില്ല. അപ്പൊ ആ കിടാവ് തിരിച്ചു കിട്ടും എന്ന ആ ഒരു ഉറപ്പ് ഇവിടെ കൽബുള്ളാഹു ആ ഉറപ്പ് ഈമാനോടെ നിലനിൽപ്പാട്ടവും അയിമയുടെ കൽബുടെ അള്ളാഹു താല പിടിച്ചു വെച്ച ആ ഉമ്മയുടെ അപ്പൊ ആ ഉമ്മ എന്താക്കില്ല ചൊന്നില്ല. പക്ഷേ മോലിട്ടത് ചൊന്നത് കിടാവിടെ ഇനി വാച്ചാക്കി ഫിർഔനെ നോക്കിയിട്ട്. അപ്പൊ ഈ ഫിർഔനും കൂട്ടർക്കും ഒത്തില്ലാത്ത രീതിയിൽ മൂസാ നബി അലൈഹിസ്സലാമുടെ മൂത്തൽ അതായത് ഇമ്മടെ മോള് തന്നെ ബിരിയാവും തെലുബിരി അയിമെന്താക്കിയിട്ട് ഈ കിടാവ് ഉടകളിലെത്ര ഈ കിടാവുടെ അവസ്ഥ എത്രയുള്ള എല്ലാം അയിമ ദൂരത്തിൽ നിന്ന് മനസ്സിലാക്കി അത് അപ്പപ്പോ വന്നിട്ട് ഉമ്മക്ക് അതിൽ റിപ്പോർട്ടായി കണ്ടത് അതിലെ വിഷയം ഉമ്മക്ക് അറിയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫിർഔന്റെ അവസ്ഥ ഈ കിടാവുടെ വളർത്താണ്ടായിട്ടാകുമ്പോഴത്തേക്ക് ഈ കിടാവ് മുലപ്പാൽ കൊടുക്കും പെണ്ണുങ്ങൾ വേണ്ടേ. അങ്ങനെ പെട്ട പെണ്ണുങ്ങളെല്ലാം വെളിപ്പാട്ടിട്ട് നോക്കിയാൽ ആരെ മുലപ്പാലും ഈ കിടാവ് എടുത്തില്ല. ആരെ കൈക്കെത്തിയിട്ടാണ് ഈ കിടാവ് ഉൾപ്പണിപ്പാട്ടില്ല. അങ്ങനെ പെറുപ്പാട്ടിലെ പെണ്ണിങ്ങ അതുപോലത്തെ അതിക്ക് വേണ്ട ആളുമാർ അള്ളാഹുടെ രാജാവിടെ റെഡിയുള്ള ലാസ്റ്റ് ഈ കിടാവ് മുലപ്പാൽ കൊടുക്കുന്ന പെണ്ണുങ്ങളെയും മാച്ചായി കിട്ടില്ല. ആറ് എടുത്തേന്ന് കണ്ടെങ്കിലും ആ കിടാവ് അത് സ്വീകരിക്കുന്നില്ല, ഉൾക്കൊള്ളിപ്പാട്ടില്ല. അപ്പൊ അതിന്റെ രാജാവ് ആ പെണ്ണുങ്ങളൊക്കെ ഈ കിടാവിടെ കടത്തില് നോക്കോ എന്നോടെങ്കിലും പോയിട്ട് ഈ കിടാവ് മുലപ്പാൽ കൊടുത്തെങ്കിൽ ഉമ്മ കിട്ടാൻ നോക്കോ. അങ്ങനെ ഉറപ്പിക്ക ഈ കിടാവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കൂടി നിൽക്കുമ്പോഴത്തായിട്ട് മൂസാ നബിയുടെ സഹോദരി അതായത് ഇമ്മടെ മോൾ അയിമത് അവിടെ എത്തി കൈവച്ചിട്ട് ഒരവക്കാനല്ല കാട്ടി തന്നെ ആ അമ്മയുടെ മുലപ്പാൽ ഏത് കിടാവും എടുക്കാണ്ടിരിക്കില്ല. ആ കിടാവ് ആ അമ്മയുടെ കയ്യിൽ ഏത് കിടാവ് എത്തിയെന്നുണ്ടെങ്കിലും അത് പെട്ടെന്നായിട്ട് മുട്ടാവിടെ അങ്ങനത്തെ അളവുണ്ട്. മാത്രമല്ല അങ്ങ് ഈ രാജാവ് നല്ല ഉപകാരം ഉദ്ദേശിക്കുന്ന നല്ല രാജാവ് ഫിർഔനക്ക് നല്ല പണം ഉദ്ദേശിക്കുന്ന ആൾ മാത്രം ഇത് ചെന്നിട്ടാകുമ്പോ മൂത്തോലെ പോലീസ് പിടിച്ചത് എന്തേ രാജാവ് പണം ഉദ്ദേശിക്കാൻ നീ ആവർത്തത്തിൽ ചെന്നേ. അപ്പൊ ഇന്നത്തെ ഈ രാജാവിന്റെ ഒത്തിരി വിലയൊക്കെ കൊണ്ട് കിടാവില്ലേ. അപ്പൊ ഈ കിടാവിന് മുലപ്പാൽ കൊടുത്തെങ്കിൽ ആ ഉത്തരങ്ങൾക്ക് രാജാവിന്റെ ഒരു കുടുംബ ബന്ധല്ലേ അല്ലെ, നിക്കാഹ് മൂലമൊക്കെ ഒരു ബന്ധമുണ്ട് അവിടെ അല്ലേ. ആ ഒരു ബന്ധം ഉദ്ദേശിച്ചിട്ടാണ് ചെന്നപ്പോ ഇവിടെ കൊണ്ടത്. മാത്രമല്ല ഇവിടെ വിളിച്ചോണ്ട് ഏതാവും കാട്ടി അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് കാട്ടി. അങ്ങനെ മൂസാ നബിയുടെ ഉമ്മയുടെ കൈക്കെത്തിട്ടാകുമ്പോ കിടാവ് എത്തിയിട്ടാകുമ്പോ കിടാവ് പൊന്നിപ്പാടിയിട്ട് വേഗം മലപ്പാലം കുടിച്ചിട്ട് അതായിട്ടാകുമ്പോ പെണ്ണുങ്ങൾ അത്ഭുതമായത്. ആസിയ ബീവി ആളെ കടത്തിയത് ആസിയ ബീവിയിലേക്ക് ചെന്നത് ഇത് അറുപത് പെണ്ണുങ്ങളെ മലപ്പാൽ ഈ കിടാവ് സ്വീകരിച്ച് പൊന്നിപ്പാടിയിട്ടുണ്ട്. അപ്പൊ ആസിയ ബീവിക്ക് സന്തോഷം. ആസിയ ബീവി ഈ ഉമ്മയുടെ അവിടെ വെളിപാടിയിട്ട് ചെന്നത് ഞങ്ങളെ ഒത്തുണ്ടെങ്കിൽ നിൽക്കണം, ഈ കിടാവിടെ വളർത്താം, മലപ്പാൽ കൊടുക്കണം. അപ്പൊ ഇമജൻ തതാവില്ല നമുക്ക് മാപ്പിളുണ്ട് മക്കുണ്ട് ഞാൻ കൂടെ വന്ന് നിൽക്കുകയില്ല നിങ്ങൾ പേര് കടത്തിയെങ്കിൽ ഞാൻ മലപ്പാൽ കൊടുക്കുക ഞാൻ അവർക്ക് വലിയ തന്നെ. അപ്പൊ ആസിയ ബീവി ആവോട്
മാത്രമല്ല അതിമത് സംബളക്കെടുത്ത് മുലപ്പാൽ കൊടുത്തതൊക്കെ സംബളം, കിരാവിടെ കൊലത്തതൊക്കെ സംബളം, ഡ്രസ്സ് വേണ്ടതൊക്കെ. മാത്രമല്ല റായന്റെ വരെ ബഹുമാനിച്ചു. കാരണം രാജാവുടെ അവത്തിൽ വിലയുടെ കിടാവിടെ കിട്ടിയത് ഈമ ബലത്തെ. അപ്പൊ റായത്തെ കുറെ ഹദിയകളും വസ്തുക്കളൊക്കെ ഇങ്ങനെ കൊടുത്തു കിടത്തിയത്, എല്ലാവരും നല്ല ഗിഫ്റ്റുകളെല്ലാം കൊടുത്തു കിടത്തിയത്. അപ്പൊ അള്ളാഹു താല നെയ്നതി കിടന്നു ചെന്നപ്പോ അള്ളാഹു താല ഉമ്മടിട്ട് ചെന്നല്ലേ കിടാവിടെ നിങ്ങളെ കൈക്ക് മടക്കി തന്നെ സ്ഥലമാണ് കിടാവിടെ അങ്ങനെ ഇങ്ങനെ കഴിക്കാൻ തന്നെ. അപ്പൊ കിടാവ് അങ്ങനെ 2 വർഷവും ഉമ്മ വളർത്തി. പിന്നെ കിടാവിടെ കൊട്ടാരത്തിൽ കൊണ്ടിട്ട് കൊടുക്കും. അപ്പൊ ഉമ്മ തന്നെയായിട്ട് മൂസാ നബി അലൈഹി സ്വലാമുടെ അവർക്ക് വളർത്തിയത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അവിടെ എന്തായിട്ട് ആ രാജാവിടെ ഉമ്മയുടെ നിയന്ത്രണത്തിലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ബലിയായിട്ട്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ചുള്ള ആയത്തായിട്ട് ഇന്ന് ഞങ്ങൾക്ക് വിവരിക്കുകയോ വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗൻ ഇൻ കാദത് ലതുബ്ദി ബിഹി ലൗലാ അർറബത്നാ അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അതാ ഉമ്മ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയുടെ ഹൃദയം എല്ലാ ടെൻഷനിൽ നിന്നും ഒഴിവായിട്ട് അതിൽ നിന്ന് ഫ്രീ ആയി. ഇപ്പൊ ഉള്ളത് മൂസാ നബിയുടെ വിഷയം മാത്രം. കിടാവങ്ങളെ കൈക്കെത്തിയാല് എന്താവും 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 ഇമ്മ നന്റെ കിടാവും ചൊല്ലുക ഇമ്മ വേർച്ചിട്ട് അള്ളാഹു താല ചൊല്ലേ ആ കൽപ്പിടെ ഞങ്ങൾ അവിടെ നിന്ന് കെട്ടിയിട്ടാണ് ആ പിടിച്ചു വെച്ചാണ്. കാരണം ഉമ്മട്ടനാഥൻ ചന്ദ്രല്ലേ നിങ്ങൾ കിടാവിടെ നീങ്ങനെ മടക്കി തന്നാണ് അള്ള വാഗ്ദാനം ചെയ്തല്ലേ. ആ വാഗ്ദാനത്തിൽ ഉമ്മക്ക് വിശ്വാസം വരണ്ടേ. അപ്പൊ ആ ഒരു വിശ്വാസത്തിലായി അള്ളാഹു തആല അത് ആ ഒരു തകൂന മിനൽ മുഅ്മിനീൻ ചെന്നതായിട്ട് ആ ഒരു ഈമാനിലായിട്ട് ഉമ്മൻ എത്തുകയായി നന്നായി ഇവിടെ പിടിച്ചു വെച്ച നിയന്ത്രണത്തെ റബ്ബുടെ കയ്യിലല്ലേ അല്ലെ. അള്ളാഹു തആല മനുഷ്യരുടെ ഹൃദയമെല്ലാം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അള്ളാഹുവിന്റെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നേരായ തുറ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണമെന്ന് അള്ളാഹുവിന്റെ കേൾക്കണേ. അത് 5 വഖത്ത് നിസ്കാരത്തിൽ കേൾക്കണേ. ഓരോ റക്അത്തിലും ദുആക്ക് ഫാത്തിഹയുള്ളത് ദുആയെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പരിശുദ്ധ ശരിയായ ദീനുൽ ഇസ്ലാമിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണം. അത് ഒരു നാളിൽ 5 വട്ടം ഓരോ റക്അത്തിലും അള്ളാഹുവിനെ കേൾക്കണം. കാരണം ഹൃദയത്തെ നിയന്ത്രണത്തെ അള്ളാഹുടെ കയ്യിലായിരിക്കില്ല. അള്ളാഹുടെ നിയന്ത്രണത്തിൽ അള്ളാഹുടെ കയ്യിലില്ലെങ്കിൽ അതിന്റെ കൺട്രോളൊക്കെ അള്ളാഹുടെ കയ്യിൽ. അപ്പൊ അതായിരുന്നത് ആ ഉമ്മയുടെ ഹൃദയത്തിന് കൺട്രോൾ പെടുന്ന. കാരണം നമ്മൊന്നും ചന്ദ്രല്ല ഈമാൻ ആ ഉമ്മക്ക് വേണല്ലോ. അതൊക്കെ വേണ്ടിയിട്ട് وقالت لأخته قصيه فبصرت به عن جنب وهم لا يشعرون. ഉമ്മ ചത്ത് മോലുണ്ട്. മൂസാ നബിയേക്കാൾ മുന്നിലുണ്ടായ ഒരു കിടാവുണ്ട് മോളും. ആ മോലുണ്ട് ചത്ത് ഉമ്മ നീന് ആ കിടാവിടെ ദൂരത്തിൽ ഭീക്ഷണാക്കണം. ഈ കിടാവുടെ വിഷയത്തിൽ എന്തെല്ലാം ആയത് ബലവണിക ആയോണ്ടുള്ളത് ഈ ദൂരത്തിൽ നിന്ന് അറിയണം. അതാ അങ്ങക്ക് ಗೊತ್ತಿല്ലാത്ത രീതി നീ അതിലെ വിഷയത്തില് അതിലെ ഫോളോവാക്കിക്കൊണ്ടുള്ളിട്ട് അങ്ങക്ക് ಗೊತ್ತಾവുന്നില്ല. ആ രീതിയിൽ നീ എന്താക്കണം, മൂസാണെങ്കിൽ ഈ കിടാവുടെ നീന് വാച്ചാക്കിക്കൊണ്ട് വേണം. കിടാവുടെ വിഷയത്തിൽ നീന് നിന്റെ ശ്രദ്ധ ഫുള്ള് നീ അതിൽ വേണം. അങ്ങനെ ആ സഹോദരി അതിലെ പർവ്വത്തിലാവുള്ളൂ. അത് ഈ കിടാവുടെ വിഷയം എന്തെല്ലാം ആയോണ്ടുള്ള ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ അല്ലാത്ത കല പോലെ പക്ഷെ അങ്ങനെ ബന്ധം ഡൗട്ട് പറഞ്ഞില്ലേ അതൊക്കെ പിന്നെ وحرمنا عليه المراضع من قبل فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون. അങ്ങനെ
സഹോദരി ഈ വിഷയത്തിൽ വാച്ചാക്കി എടുക്കുമ്പോഴത്തേക്ക് ഈ കിടാവും മലപ്പാൽ കൊടുക്കുന്ന പെണ്ണുങ്ങളെ തേടി അങ്ങ് ഒരു പിന്നെ 10 വന്നിട്ട്, അതായത് പട്ടാളത്തിൽ നിന്നും 10 വന്നിട്ടായിട്ട് കുറെ പെണ്ണുങ്ങളുള്ളത്, ആൽമാറുള്ളത്, പോലീസുകാരുള്ളത് എല്ലാം ഈ കിടാവും മലപ്പാൽ കൊടുക്കും ഉമ്മടെ തേടിയോണ്ടെത്തുന്നത്. അപ്പൊ ആയിട്ട് ദൂരത്ത് നിന്ന് വീക്ഷണാക്കി ഈ മൂത്തോരോടെ എത്തിരി ചൊല്ലതാണ് അള്ളാഹു ഉമ്മടെ കൈക്കത്രയ്ക്ക് മുന്നലും 6 എത്തിയം കണ്ടെങ്കിലും ഈ കിടാവ് മലപ്പാൽ സ്വീകരിക്കില്ല, വായുവിടെ കേൾക്കില്ല. എന്നിട്ട് ഞങ്ങൾ അതിന് തടഞ്ഞു വെച്ചിരുന്ന ആ കിടാവ് എടുക്കില്ല. അപ്പായിട്ട് ഈ സഹോദരൻ ചൊല്ലി ഒരു ഉത്തരങ്ങളെ ഞാൻ എനിക്ക് കാട്ടിത്തരട്ട യക്ഫുറൂനകുലക്കും, ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേനേക്ക് പലത്തിൽ തരുന്നത് പലക്കത്തെ രീതി അങ്ങനെ നിങ്ങൾക്ക് വേനേക്ക് പലത്തിൽ തരുന്നത്. എന്തൊക്കെ ഡൗട്ട് പറയാണ്ടിരിക്കും വഹുലൂനാസ്വം മാത്രല്ല അങ്ങനെ ഈ ഉപകാരം ഉദ്ദേശിക്കാന്മാരായിട്ട് അതാണ് പണ്ടി വിവരിച്ചത്. അപ്പൊ പോലീസിലാണ് കൊടുത്തത് എന്തിനീ അങ്ങനെ ചൊന്നിരുന്നു. അപ്പൊ എനിക്കോട് ചെന്നത് മലപ്പുറച്ചൻ കണ്ടെങ്കിൽ രാജാവുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധമല്ലേ ഉണ്ടാവുക പോണ്ടത്. ആ കിടാവ് ഉമ്മടെ കൈക്ക് ഞങ്ങൾ മടക്കി കൊടുത്താണ്. അയിമയുടെ കണ്ണ് കുളിർമയാവും, അയിമ ബേജാറാവാണ്ടിക്കും. അള്ളാഹുടെ വഴുത നേര് എന്നാവുമ്പോ മനസ്സിലാക്കും. എന്തേ അള്ളാഹു താല കഷ്ടിച്ചൊന്നിട്ടില്ലേ, അള്ളാഹു ഹൃദയത്തിൽ തോന്നിപ്പിച്ചോട്ടല്ലേ നെയ്നദിക്കിടണം ഇടം വെച്ചൊന്നിട്ടില്ലേ. നിങ്ങളെ ആ കിടാവിടെ മടക്കി തന്റെ സ്വരം നിങ്ങൾ 4 വിഷയം കൊണ്ട് നച്ചുന്നതായിരുന്നു. നിങ്ങൾ ബേജാറാവേണ്ട, ദുഃഖിക്കണ്ട. ആ കിടാവിടെ മടക്കി തന്റെ സ്വരം നമുക്ക് വിട്ടത് ആ കിടാവിടെ ഞങ്ങൾ റസൂലാക്കിലൊക്കെ. അപ്പൊ അള്ളാഹു താല ചെയ്ത വാഗ്ദാനം നിങ്ങൾക്ക് ആ കിടാവിടെ നേരെ കൈക്ക് തന്റെ അള്ളാഹു താല ചൊന്നിട്ടില്ലേ, അത് നേരായിരുന്നത്. ജനങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് അധികരിച്ച ആളുമാറും അത് അറിയാത്തതായിട്ട്. അപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമുടെ കൈക്ക് തന്നെ, മൂസാ നബിയുടെ ഉമ്മയുടെ കൈക്ക് തന്നെ അല്ലാഹു തആല മടക്കി കൊടുത്തു. അപ്പൊ അവരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആൾക്കാരും അറിയാത്തതായിട്ട് ചെന്നെങ്കിൽ ഈ ഉമ്മയുടെ കൈക്ക് ഈ കിടാവ് മടക്കി കിട്ടുക എന്നുള്ള വാഗ്ദാനം ബന്ധമില്ല. ഇത് സഹോദരിക്കും ബന്ധമില്ല, ഇത് ഉമ്മാണ്ടും ബന്ധമില്ല. ആന മലപ്പൊടി തീർത്തോലോ ഉമ്മയുടെ മടിത്തട്ടിൽ തന്നെ, ഉമ്മയുടെ അവത്തിൽ തന്നെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വിജയിച്ച് അതായത് ഇന്നത്തെ ഈ ആയത്തുകളൊക്കെ വിവരിച്ചത്. ഇനി മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഉമ്മടെ 2 വർഷം എന്താ മലപ്പാൽ കുടിച്ച് പിന്നെ 2ാമത് ഇവിടെ രാജാവിടെ ഒതുക്കിയത് ആസിയ ബീവിയുടെ നിയന്ത്രണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബീവിയാണ് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ ഫാത്തിമ ബിൻത് മുഹമ്മദ്, ടോപ്പിലുള്ള 4 പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളെ ലിസ്റ്റിലായിട്ട് ആസിയ ബീവി ഉള്ളത്. സ്വർഗത്തിൽ ഇവരെ പെഞ്ഞയായിട്ട് ഭാഗമുള്ള മഹദിയായിട്ട് ആസിയ ബീവി. അപ്പൊ ആ ആസിയ ബീവിയുടെ ഫിറൗന്റെ പെഞ്ഞയായിട്ട് അയ്മ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചിട്ട് പിന്നെ അയ്മ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഈമാൻ, അതായത് അയ്മ മുഅ്മിനായിട്ട് സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ വരും. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ഫിറൗന്റെ കൊട്ടാരത്തെ പിന്നെ വരികയാണ്. ഫിറൗന്റെ കൊട്ടാരത്തിൽ 30 വർഷം. ഇനി 30 വർഷം ആയാൽ പിന്നെ മൂസാ നബി അലൈഹിസ്സലാം യൗവനത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നത്, ഒരു സ്റ്റോറി നടക്കുന്നത്, ഒരു കൊലയുമായി ബന്ധപ്പെട്ട്. ഇൻഷാ അല്ലാഹ് അതായിട്ട് എന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് കൊടുക്കാം. അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കും. കാമിലായ ഈമാൻ തഖ്വയും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സൊക്കെ കാതോടുകൂടാറുമാറുള്ളത് നമുക്കൊക്കെ അല്ലാഹു ധാരാളം ബർക്കത്ത് അല്ലാഹു ചൊരിച്ചു തരട്ടെ. അല്ലാഹു തആല ഇത്
ദുആ കൊണ്ട് വസിയത്താക്കി ആൾക്കാരുള്ളതാണ്. അള്ളാഹു നമുക്കൊക്കെ ഖൈറായ ഉദ്ദേശങ്ങൾ, ഇത് ഖൈറാണെങ്കിൽ അള്ളാഹു ഖൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു തആല പരിശുദ്ധ റമദാൻ ഗുണമായി സാക്ഷ്യത്തെ മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ തന്നെ ഇന്നത്തെ ആക്കണമെന്നും മറ്റുള്ള ആൾമാർക്ക് പേഴ്സണലായി ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എത്തുവാടി കൊടുക്കണമെന്നും ആരെങ്കിലും വലിയ കാത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സവാബ് നിങ്ങൾക്കും കിട്ടും, നമുക്കും കിട്ടും. അള്ളാഹു നാളെ മാതാപിതാക്കൾക്ക് ജീവിച്ചിട്ടുള്ള അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. മരിച്ചുപോയ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല